മലയാള സിനിമയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ വലിയ ആരാധക വൃന്ദമുള്ള ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ. വിവാദത്തിന്റെ കൂട്ടുകാരൻ കൂടിയാണ് മോഹൻലാൽ എന്ന് പറയണം. നിരവധി ഗോസിപ്പുകളാണ് മോഹൻലാലിനെ കുറിച്ച് വന്നിട്ടുള്ളത്. മറ്റൊരു രസകരമായ ഞെട്ടിപ്പിച്ച ഗോസിപ്പുണ്ട്. തന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ 3000 പിന്നിട്ടുവെന്നും അതിന്റെ പേരിൽ ആഘോഷം വരെ ഉണ്ടായി എന്നും പറയുന്നുണ്ടെന്നാണ് മോഹൻലാൽ പറയുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒരു വാർത്തയെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാൻ കഴിയും. ഓരോ പത്രങ്ങളും മാസികകളും വിൽക്കാൻ വേണ്ടി ഏത് രീതിയിലുള്ള മാർഗങ്ങളും സ്വീകരിക്കുമെന്നാണ് മോഹൻലാൽ പറയുന്നത്. എത്രയോ പ്രാവശ്യം എന്റെ കുട്ടികൾ ഇവരല്ലെന്നും എനിക്ക് വേറെ കുട്ടികൾ ഉണ്ടായിരുന്നു, അവരെവിടെയോ വളരുന്നുണ്ട് എന്നുമൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. തനിക്ക് വരുന്ന എല്ലാ ഗോസിപ്പുകളും സുചിത്ര പോസിറ്റീവായി മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും മോഹൻലാൽ പറയുന്നു. ഒരു കാലത്ത് മോഹൻലാലിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വരുന്നത് മുഴുവൻ താരത്തിന്റെ അഭിനയത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളാണ്. അഭിനയത്തിൽ കുറച്ചുകൂടി മോഹൻലാൽ ശ്രദ്ധിക്കണമെന്നും അഭിനയ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് ചില വിമർശനങ്ങൾ. അതോടൊപ്പം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിന്റെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. മോഹൻലാൽ ഏത് ചിത്രത്തിൽ അഭിനയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണെന്നും മോഹൻലാൽ ഫീൽഡ് ഔട്ടായി പോകാറായി എന്ന തരത്തിലാണ് പലരും അഭിപ്രായങ്ങളുമായി എത്തുന്നത്. ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വലിയ തോതിൽ തന്നെ മോഹൻലാലിനെതിരെ ഗോസിപ്പുകൾ ഉയർന്നു വരുന്നുണ്ടെന്നതാണ് സത്യം. എന്നാൽ ഒരു ഗോസിപ്പിനും മോഹൻലാൽ പ്രതികരിക്കാറില്ലെന്നതാണ് മറ്റൊരു കാര്യം.